ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മാപ്പ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. കേരളത്തിൻ്റെ മാപ്പ് ഉണ്ടാക്കാൻ നമ്മൾ എൻ്റർ ഡാറ്റ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡാറ്റ നമ്മൾ മാനുവലായി എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ നമുക്ക് ഡയറക്റ്റായി എങ്ങനെ ഗൂഗിളിൽ നിന്നും ഡാറ്റ ഇവിടെ യൂസ് ചെയ്യാം, എക്സലിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ എങ്ങനെ ഇവിടെയും യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വെബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ വെബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു URL ചോദിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു വെബ് പേജിൻ്റെ URL കൊടുക്കേണ്ടത്. അതിനായി നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ് ആൻഡ് പോപ്പുലേഷൻ എന്ന് സെർച്ച് ചെയ്ത് ഓരോ സ്റ്റേറ്റിൻ്റെയും പോപ്പുലേഷൻ ഡാറ്റയാണ് എനിക്ക് ആവശ്യം. അവിടെ വിക്കിപീഡിയയാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. വിക്കിപീഡിയ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് ആവശ്യമായ ടേബിൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ഈ ഒരു ടേബിളാണ് എനിക്കിവിടെ ആവശ്യം. സ്റ്റേറ്റ് ഒരു ടെറിട്ടറി, അതിനനുസരിച്ചുള്ള പോപ്പുലേഷൻസും ബാക്കിയുള്ള ഡാറ്റ, ബാക്കിയുള്ള കോളംസ് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു URL ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കോപ്പി ചെയ്ത് Ctrl+C കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു URL പേസ്റ്റ് ചെയ്യുകയാണ്. പവർ BI ആ ഒരു URLുമായി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു URL നിന്നും ആ ഒരു ലിങ്കിൽ നിന്നും ഇത്രയും ടേബിൾസാണ് പവർ BIക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ് അതിൽ ആവശ്യമായ ടേബിൾ എന്ന് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ടേബിൾ 1 അല്ല, ടേബിൾ ലിസ്റ്റ് എഡിറ്റ് എന്നുള്ള ഈ ഒരു ടേബിളാണ് നമുക്ക് ആവശ്യം. ഇവിടെ നമുക്കതിൽ ആവശ്യമില്ലാത്ത കുറേ കോളംസും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടേബിൾ 1 ഒഴിവാക്കിയ ശേഷം ലിസ്റ്റ് എഡിറ്റ് എന്നുള്ള ഈ ടേബിൾ ഞാൻ സെലക്ട് ചെയ്ത് ലോഡ് ചെയ്തതിന് മുമ്പേ എനിക്ക് ആവശ്യമില്ലാത്ത ഈ ഡാറ്റ, അതായത് കോളംസൊക്കെ റിമൂവ് ചെയ്യണം. അതിനായി ട്രാൻസ്ഫോം ഡാറ്റ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. പവർ ക്വയറി എഡിറ്ററാണിത്. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കോളംസൊക്കെ റിമൂവ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ചൂസ് കോളംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഹോം ടാബിലാണുള്ളത്. ഇവിടെ ചൂസ് കോളംസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആവശ്യമില്ലാത്ത കോളംസ്, നമുക്ക് ആവശ്യമുള്ള കോളംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോളം 2 ആൻഡ് കോളം 3, ഈ 2 കോളംസാണ് നമുക്ക് ഇവിടെ ആവശ്യം. കോളം 2 ആൻഡ് കോളം 3, ഈ 2 കോളംസ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ സെക്കൻഡ് റോ ആണ് നമ്മുടെ കോളം ഹെഡേഴ്സ്. നമുക്കതാണ് ഇവിടെ ആവശ്യം. അതിനെ ഈ ഫസ്റ്റ് റോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെഡ്യൂസ് റോസ്, റിമൂവ് റോസ്, റിമൂവ് ടോപ്പ് റോസ്. ടോപ്പിൽ എത്ര റോസ് റിമൂവ് ചെയ്യണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് ആദ്യമുള്ള ആ ഒരു റോ മാത്രം റിമൂവ് ചെയ്താൽ മതി. ക്ലിക്ക് OK. ഇപ്പോൾ നമുക്ക് കാണാം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി പോപ്പുലേഷൻ, അതാണ് നമ്മുടെ ഫസ്റ്റ് റോ. പക്ഷേ ഇതിപ്പോഴും നമ്മുടെ ടൈറ്റിലല്ല, കോളം ഹെഡേഴ്സ് അല്ല. കോളം ഹെഡേഴ്സ് ഇപ്പോഴും കോളം 2, കോളം 3 ആണ്. അത് ചേഞ്ച് ചെയ്യാനായി നമുക്കിവിടെ ഹോം ടാബിൽ തന്നെ യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്തതായി കാണാം. സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറിയാണ് ഫസ്റ്റ് കോളം ഹെഡർ, അതുപോലെ പോപ്പുലേഷനാണ് സെക്കൻഡ് കോളം ഹെഡർ. നമുക്കിതിൻ്റെ ഈ ഫസ്റ്റ് കോളം നമുക്ക് റീനെയിം ചെയ്യാം. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും ബോട്ടം റീനെയിം. ഇവിടെ സ്റ്റേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ. ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഡാറ്റ എവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമായ ഡാറ്റ. ഇവിടെ ഇന്ത്യ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കും. നമുക്ക് ഇതും കൂടെ റിമൂവ് ചെയ്യാം. റെഡ്യൂസ് റോസ്, റിമൂവ് റോസ്, റിമൂവ് ബോട്ടം റോസ്. അടിയിൽ നിന്ന് എത്രാമത്തെ റോ, അതായത് ഫസ്റ്റ് റോ, ദാറ്റ് മീൻസ് ലാസ്റ്റ് റോ. ഇവിടെ OK. ഇന്ത്യ എന്നുള്ള ഒരു വാല്യൂ നമുക്കിവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ടേബിൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെപ്സ് കാണാൻ സാധിക്കും. ഈ ഒരു ടേബിൾ നമുക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. ലിസ്റ്റ് എഡിറ്റ് എന്നുള്ളത് മാറ്റി നമുക്ക് ഇന്ത്യ മാപ്പ് എന്ന് കൊടുക്കാം. സ്പേസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇന്ത്യ മാപ്പ്. പക്ഷേ നമ്മൾ ഇങ്ങനൊരു നെയിമിംഗ് രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഹോം ടാബിൽ തന്നെ അപ്ലൈ ആൻഡ് ക്ലോസ് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് ഇതിവിടെ ലോഡാവുന്നു.
റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇന്ത്യ മാപ്പ് ലോഡായിട്ടുണ്ട്. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ പോപ്പുലേഷൻ ആൻഡ് സ്റ്റേറ്റ്. അടുത്തതായി നമുക്ക് ആ ഒരു മാപ്പ് ഇവിടെ ക്യാൻവാസിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, റീസെർച്ച് ചെയ്ത് വെച്ചു. ഇനി പോപ്പുലേഷൻ സ്റ്റേറ്റ് നമുക്ക് ലൊക്കേഷനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഇന്ത്യയുടെ ഒരു മാപ്പ് ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ പോപ്പുലേഷൻ കൂടി ടൂൾ ടിപ്സിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫോക്കസ് മോഡ് എനേബിൾ ചെയ്യുകയാണ്. ഓരോ സ്റ്റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ പോപ്പുലേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർമാറ്റ് ടാബിൽ നിന്ന് മാപ്പ് സെറ്റിങ്സ്, അതിൽ സ്റ്റൈൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഏരിയൽ വേണമെങ്കിൽ ഏരിയൽ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഒരു മാപ്പ് ടൈപ്പ് ഓർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സിമ്പിളായി ഇന്ത്യയുടെ ഒരു മാപ്പ് ഡയറക്റ്റ്ലി നമ്മൾ എൻ്റർ ചെയ്യാണ്ടും അതുപോലെ തന്നെ ഒരു CSV ഫയൽ or എക്സൽ ഫയൽ ഉപയോഗിക്കാതെ വെബിൽ നിന്നും ഡയറക്റ്റ് URL വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത്.